ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ്. ആദ്യമായി എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം എന്ന് നോക്കാം. അതിനെക്കുറിച്ച് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി സെൽഫ് ഡിപ്പെൻഡൻ്റായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു ബിസിനസ്സിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അവിചാരിതമായ ചില കടബാധ്യതകൾ വന്നു കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നല്ലൊരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ എന്നാണ് കാണിക്കുന്നത്. ഈ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. 3 വന്നിരിക്കുന്നത്. പറയുന്നത് ഈ നിമിഷത്തിൽ നിങ്ങളുടെ അന്തരാത്മാവ് എന്താണ് നിങ്ങളോട് പറയുന്നത് അത് പ്രധാനമായും ശ്രദ്ധിക്കുക. പിന്നെ ചതിവ് പറ്റാൻ സാധ്യതയുള്ള സമയമാണ്, അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ അല്ല, അപ്പോൾ കുറച്ച് ക്ലാരിറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഭയപ്പെട്ട് പിന്മാറിയിരിക്കരുത്. എന്ത് പ്രശ്നത്തെ ആയാലും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മാനസിക നില നിങ്ങൾ കൈവരിക്കണം. 2 സോഴ്സ് ഗൈഡൻസ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, 2 വഴിയുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒന്നുകിൽ അല്പം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എന്താണ് തീരുമാനം എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു വഴി എന്തായാലും തെളിഞ്ഞു വരും. ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത എന്നുള്ളത് ഒരു ഗൈഡൻസ് വഴി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സൂചന ലഭിക്കും. അവസാനമായി കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ തളരരുത്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ ഇരിക്കുക. വളരെ ശാന്തമായി എന്ത് തന്നെ പ്രശ്നങ്ങൾ പിന്നിലുണ്ടായാലും അതിലൊന്നും ഇളകാതെ സ്ഥിതചിത്തതയോട് കൂടി പെരുമാറുക, തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നെ ഒഴിഞ്ഞുപോയി ഒരു ക്ലാരിറ്റി ലഭിക്കും എന്നാണ് പറയുന്നത്.